ഇനി രണ്ടാമത്തൊരു ടീം ബന്ധു ಎಲ್ಲ ತಪ್ಪಿದ್ರೆ ലാ ഇലാഹ ഇല്ലല്ലാഹ് ಐತಿಕರ್ രണ്ടാമത്തൊരു ടീം ബന്ധു അതിന്റെ പേര് നിങ്ങൾക്ക് അരിപ്പാട്ട അതിലേക്ക് മുമ്പ് അങ്ങനെ വിഷയം അരിപ്പാട്ട വഹ്ദത്തുൽ വജൂദ് അൽമാർ അങ്ങനെ ചൊന്നാർ ലാ മൗജൂദ ഇല്ലല്ലാഹ് ഇത് ಐತಿಕರ್ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ലാ മൗജൂദ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ അല്ലാഹു അല്ലാഹു ഒന്നുമില്ല എല്ലാം അല്ലാഹു ಐತಿಕರ್ ഒന്നുകൂടി വ്യക്തമാക്കി ദുനിയാവിൽ എന്തുമില്ല മൗജൂദൈത്ത് ഇവിടെ ഒന്നും സൃഷ്ടി ഒന്നുമില്ല എല്ലാം അല്ലാഹു ಐತಿಕರ್ അതായത് നാണുമല്ല ഈ ടേബിളും ഇതുമല്ല മൊബൈലുമല്ല ഇവിടുള്ള എല്ലാ വസ്തുവും അല്ലാഹു ಐತಿಕರ್ എല്ലാം അല്ലാഹു അല്ലാഹു ഒന്നും കൂടിയില്ല. मैं ये समझता हूं कि कुरान मजीद में ये आया है मुबारक हुवल अव्वल वल आखिर वल ज़ाहिर वल बातिन, ये वहदतुल वजूद के लिए नस्स क़तई है. अब ये मैं पहली मर्तबा इन इज्तिमाअत में इस तरीके से अपनी आरा जो है जिस पर मुझे इज़ान है वो फिर मैं इज़ान के साथ बयान कर रहा हूँ. बहरहाल मेरी सोच का आज की तारीख तक जो उसका हासिल है वो मैं आपके सामने बहुत क्लियर वर्ड्स में रख रहा हूँ कि मैं इसे नस्स क़तई समझता हूँ इस बात पर कि ये वहदतुल वजूद के वजूद एक ही मुज़ाफ़ इलैह इसका ये सिलसिला कौनो मकान, दिस क्रिएशन, ये कायनात, इस कायनात का अव्वल भी अल्लाह है, इसका आखिर भी अल्लाह है, इसका जाहिर भी अल्लाह है, इसका बातिन भी अल्लाह है. तो वही वो है और है क्या? अव्वलुहु अल्लाह, आखिरुहु अल्लाह, बातिनुहु अल्लाह, जाहिरुहु अल्लाह. ഈ വിശ്വാസം കൊടുന്നവർക്ക് പ്രോബ്ലം എന്താ? ചില ആൾമാർ വിചാരിച്ചത് ഇത് അഖീദത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് തപ്പിയ വിഷയല്ലല്ലേ. സത്യത്തിലൂടെ മനസ്സിലാക്കുന്നത് ശിർക്കും തൗഹീദും ಐತಿಕರൂടെ പ്രോബ്ലം ഉണ്ടാവുന്നു. കാരണം ഒരു വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ അർത്ഥം വെച്ചെന്തായെങ്കിൽ അല്ലാഹു അല്ലാഹ് വിളിച്ച് ദ്വാർക്കുന്ന ഒരു വ്യക്തി ഒരു നബിയെ വിളിച്ച് ദ്വാർന്നങ്ങത്തെ വ്യക്തിരൊട്ടിക ഇത് ശിർക്ക് ചൊന്ത് സ്ഥാപിക്കൊണ്ട് ഖിയാമത്ത് നാളത്തോളം സാധ്യമില്ല. എന്തുകൊണ്ടും സാധ്യമില്ല. ഓണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച അർത്ഥ ലാ മൗജൂദ ഇല്ലല്ലാഹ് ಐತಿಕರ್ ലാ മഅബൂദ ഇല്ലല്ലാഹ് ചൊന്ത് വെച്ചെന്തായെങ്കിൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് ചൊന്ത് വെച്ചെന്തായെങ്കിൽ അവർക്ക് വ്യക്തമായി സ്വലാത്ത് ആരാധന ಐತಿಕರ್ ദുആ ചൊല്ലുന്നത്. അതുകൊണ്ട് ഈ ദുആ അല്ലാഹു അല്ലാഹ് തങ്ങൾക്ക് കൊടുക്കോതീരാ അയങ്ക ഇവിടെ അർത്ഥം വെച്ചതാവട്ടെ ലാ മൗജൂദ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ ഓൺ ചൊല്ലറ ലാ മൗജൂദ ഇല്ലല്ലാഹ് ചൊന്തല വിശ്വാസം നക്കൊണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ഔലിയാക്കന്മാരെ വിളിച്ച് ദ്വാർക്കാമ പ്രോബ്ലം എന്തുണ്ട്? എന്തിനാ ಐತಿಕರ್ പ്രോബ്ലം ആവുന്നു? മാനദണ്ഡം എന്തിനാ? ഇത് ശിർക്ക് ചൊല്ലുകൂ ഇല്ല. ഈ വിശ്വാസത്തെ ആൾമാരൊട്ടിയ ഞങ്ങൾ കൂടകുണ്ട ലാ മൗജൂദ ഇല്ലല്ലാഹ് ചൊന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം വെച്ച് ആൾമാരൊട്ടിയ ഞങ്ങൾ കൂടകുണ്ട ഇല്ല ಅಂತ മനസ്സിലാക്കൂ. ഈ സമുദായത്തിൽ വെച്ച് അങ്ങനത്തെ പല ആൾമാരും ഞങ്ങളെ സലഫി പ്രസ്ഥാനത്തിൽ അങ്ങനത്തെ പല ആൾമാരും അങ്ങ് ഷെയർ ആക്കിയൊന്നുമില്ലങ്ങനത്തെ ആൾമാർ ಐತಿಕರಾറ് ഈ വാദമില്ല ആൾമാർ. അതിലൊരു പേര് നിങ്ങൾക്ക് ധൈര്യത്തിൽ ഞാൻ ചൊന്നുമില്ല. അത് മനസ്സിലാക്കുകയും അങ്ങനെ ഷർറിൽ നിന്ന് വിട്ടു നിൽക്കുകയും നിങ്ങളെ വിശ്വാസത്തെ രക്ഷപ്പെടുത്തുകയല്ലാണ്ട് ഇവിടെ ഒരു ഫിത്ന എന്ന നിലക്കല്ല ഉദ്ദേശിക്കരുത്. അതിന്റെ പേര് മനസ്സിലാക്കി വെക്കൂ. ഇസ്രാർ അഹമ്മദ് ചൊന്തുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുടെ വാദാവട്ടു ഈ വാദത്തിൽ പെട്ടത് ಐತಿಕರ್ ആൾമാർ സമർത്ഥനാക്കുക വന്നാൽ അവൻ ചൊന്നാർ അയാൾ അങ്ങനെ അല്ലല്ലേ ചൊന്നത്. അയാൾ ചൊന്നത് വേറെ ഉൾട്ട റൂപ്പ് ಐತಿಕർ. എങ്ങനെ ಐತಿಕർ അയാൾ ചൊന്നത്? ലാ മൗജൂദ ഇല്ലല്ലാഹ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ ഒന്നുമില്ല എല്ലാം അല്ലാഹു ಐತಿಕർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ಐತಿಕർ ഇതിനർത്ഥ അയാൾ ചൊന്തു ഈ വഹദത്തുൽ വജൂദ് ആൾമാരെ വിശ്വാസം എന്തിനെ ചൊന്നെങ്കിൽ എല്ലാം അല്ലാഹു ಐತಿಕർ ചൊന്തു. അതുകൊണ്ട് നന്റെ വിശ്വാസം അങ്ങനല്ല. നന്റെ വിശ്വാസം എന്തിനെ ചൊന്നെങ്കിൽ ഇവിടെ അല്ലാഹു അല്ലാഹു ഒന്നുമില്ല. एक नजरिया यह है कि अल्लाह ही ने यह रूप धार लिया, ये सारी चीजें बिलफेल मौजूद है, ये भी है, ये भी है, ये भी है, और ये सब अल्लाह ही है. ये बदतरीन शिर्क है, शिर्क फी ज़ात. एक लोगों की राय ये है ये कुछ है ही नहीं. ये शराब है. शराब में क्या होता है? आपको पानी नजर आता है ना? होता है पानी? नहीं. हर चंद कहे कि है, नहीं है, है ही नहीं. बस अल्लाह ही है, ये है ही नहीं. इस कायनात में जो कुछ है या तो वहम है या ख्याल है, या जैसे शीशे में अक्स होता है. आप इधर खड़े आईने के नजर आ रहे हैं, उधर भी है, उधर कोई नहीं. तो एक राय ये, आप उससे इख्तिलाफ करें, उसे पागलपन कह दें, क्या बेवकूफी की बात कर रहे हैं? जो चाहे आप कह दें, शिर्क ना कहिए. वो कहते हैं मौजूद सिर्फ एक जात अल्लाह की है, हकीकतन मौजूद. ये जो कुछ नजर आ रहा है ये मौजूद ही नहीं है, इसको शिर्क नहीं कहेंगे. മനസ്സിലായിട്ടില്ലേ? നേരെ തിരിച്ചത് ಐತಿಕർ ചൊന്നത്. ഇതേ വിശ്വാസത്തിന് ചില പൈന്റ് അടിച്ചത് ಐತಿಕർ ചൊന്നത്. അതായത് ഇവിടെ അല്ലാഹു അല്ലാഹു ഒന്നുമില്ല ചൊന്ന. അപ്പൊ ഞങ്ങൾ ഇല്ലേ? ഞങ്ങൾ മൗജൂദല്ലേ? ഞങ്ങൾ ഇവിടെ ഇല്ലേ? ഉണ്ടു. അപ്പൊ ഞങ്ങൾ എന്തിരെ? ഞങ്ങൾ അല്ലാഹ്.
ഈ ഉൾട്ടയിത്ത് അടിച്ചു പന്ത് റിവേഴ്സ് ഇട്ടത് എന്തേ അതേ വാദത്ത് കയറ്റിക്കണം. അതുകൊണ്ട് ഇങ്ങനത്തെ ആൾമാരെ പല ആൾമാരും ഷെയർ ആക്കി വന്നുള്ളാർ. ഇങ്ങ അറിയപ്പെട്ടത് ഇഖ്വാനുൽ മുസ്ലിമീൻ ചൊന്തല് കൂട്ടക്കാർ പെട്ടതില്ല ഇത്തിക്കറിങ്ങൾ പെട്ടുള്ളത് ഇങ്ങനത് ഷെയർ ആക്കി വന്നില്ല എന്താ മനസ്സിലാക്കൂ. നിങ്ങളെ വിശ്വാസം ഓടെ ഇത്തിക്കർ പോയി വന്നുള്ളത് സൂക്ഷിക്കണം. ഇത്തിക്കർ സഹോദരന്മാരെ ജാഗ്രതാക്കൂ. കിട്ടിയതും കണ്ടതും എല്ലാം ഷെയർ ആക്കാൻ ചൊന്ന് വിചാരിക്കണ്ട. കിട്ടതും കേട്ടതെല്ലാം ഭാരി ചന്തമുണ്ട് പൽക്ക ഇംഗ്ലീഷിലും ഉറുദുല ഇത്തിക്കർ നല്ല കേക്കു വാരി കൊസ്യാവർ ചൊന്ന് എല്ലാം ഷെയർ ആക്കോ വെക്കണ്ട. ആ വ്യക്തി ചൊന്നതായ പൽക്ക അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നലെ കലിമത്ത് വിരുദ്ധമായി തന്നെങ്കിൽ അപകടത്തിലായി നിങ്ങൾ ഇത്തിക്കറാർ. കാരണം അത് സ്വീകരിച്ച ഒരു വ്യക്തിയെ ചെറുതപ്പാട്ടി നിങ്ങൾ ഇത്തി പോവാർ. അതുകൊണ്ട് ജാഗ്രതാക്കോ.